എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മുതൽ മാമം വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. ഒരു ഡ്രൈവ് വീഡിയോയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വർക്ക് പുരോഗമിക്കുന്നതനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ കഴക്കൂട്ടം എലിവേറ്റഡ് ഫ്ലൈ ഓവർ കഴിഞ്ഞ് കൊല്ലം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. കാരോട് മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗം 4 വരിയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ മുതൽ 6 വരിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 സൈഡിലും എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇടത് സൈഡിലെയും വലത് സൈഡിലെയും സർവീസ് റോഡിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങളെല്ലാം അതുവഴിയാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്തെ വർക്ക് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മെയിൻ റോഡിൻ്റെ വലത് ഭാഗത്ത് ഏറെക്കുറെ ടാറിംഗ് വർക്കുകളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടത് ഭാഗത്തും വർക്ക് ആരംഭിച്ചതായി കാണാം. വെട്ട് റോഡ് എത്തുന്നതിന് മുന്നേ വരെ ഈ സർവീസ് റോഡ് 2 സൈഡിലും നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴക്കൂട്ടം കഴിഞ്ഞ് വെട്ട് റോഡ്, കണിയാപുരം, ആലിൻമൂട് എന്നീ ഭാഗങ്ങളിലൊക്കെ അടിപ്പാതകളും ഫ്ലൈ ഓവറും ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത് വരുന്ന അടിപ്പാതകളൊക്കെയാണ്. ഇവിടെ വലത് ഭാഗത്തായി കാണുന്നത് വെട്ട് റോഡ് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ വെട്ട് റോഡ് ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്. വെട്ട് റോഡിൽ ഇപ്പോൾ 7ഓളം പിയർ ക്യാപ്പുകളാണ് ഒരു സൈഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. 2 സൈഡിലുമായി 14ഓളം പിയർ ക്യാപ്പുകൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 20ഓളം ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഗർഡറുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇവിടെ സ്ഥാപിക്കുന്നതിനായുള്ള ഗർഡറുകളുടെ കാസ്റ്റിംഗ് വർക്കുകളും നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇടത് സൈഡിലും വലത് സൈഡിലുമായി റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണങ്ങൾ നടന്നതായി കാണാം. ഇത് വെട്ട് റോഡ് ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. കഴക്കൂട്ടം കടമ്പാട്ടുകണം സ്ട്രെച്ചിൽ കൂടുതലായും ആറിവാൾ ബ്ലോക്കുകൾക്ക് പകരം റീറ്റെയിനിങ് വാളുകളാണ് നിർമ്മിച്ചിരിക്കുന്നതായി കാണുന്നത്. ഒരുപാട് ഹൈറ്റുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് റീറ്റെയിനിങ് വാളുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായി കണ്ടത്. വെട്ട് റോഡിലെ ഫ്ലൈ ഓവർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് കണിയാപുരത്ത് വരുന്ന അണ്ടർപാസ്. ഇത് കണിയാപുരം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്താണ് നിർമ്മിക്കുന്നത്. അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറുവശത്തുള്ള വർക്കുകൾ ആരംഭിച്ചതായി കാണാം. അണ്ടർപാസിനോട് ചേർന്ന് വരുന്ന ഭാഗത്തെയും സർവീസ് റോഡിൻ്റെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആക്കി വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് വിടുന്നത്. കണിയാപുരത്തെ അണ്ടർപാസ് കഴിഞ്ഞ് ഉടൻ തന്നെ അടുത്ത അണ്ടർപാസ് ആലിൻമൂട് ജംഗ്ഷനിലാണ് വരുന്നത്. ഇവിടെ പിയറിൽ നിർമ്മിക്കുന്ന അണ്ടർപാസാണ്. ഒരു സൈഡിലുള്ള 2 പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെ വർക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇവിടെ റോഡിൻ്റെ ഇടത് സൈഡിലായി റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതായി കാണാം. ഇനി ഇവിടെ നിന്ന് നേരെ പള്ളിപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത്.
ഇവിടെ റോഡിൻ്റെ വലത് സൈഡിൽ കുറച്ച് ഭാഗത്ത് മെയിൻ റോഡിൻ്റെ വർക്ക് നടന്നതായി കാണാം. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് 6 വരി പാതയും സർവീസ് റോഡും ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതിലൊരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതുപോലെ നാവായിക്കുളം കഴിഞ്ഞ് ഫാർമസി ജംഗ്ഷനിലും കുറച്ച് ഭാഗത്ത് 6 വരി പാതയും സർവീസ് റോഡും ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. തോന്നയ്ക്കലും കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിലും കുറച്ച് ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആറിവാൾ ബ്ലോക്കിൻ്റെയും റീറ്റെയിനിങ് വാളിൻ്റെയൊക്കെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതായി കാണാം. ഇത് പള്ളിപ്പുറത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിന് വേണ്ടിയുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ വാഹനങ്ങൾ പഴയ മെയിൻ റോഡ് വഴിയാണ് പോകുന്നതെങ്കിലും 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ വാഹനങ്ങൾ അതുവഴി കടത്തിവിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിക്കുമായിരിക്കും. പള്ളിപ്പുറം അണ്ടർപാസിൻ്റെ ഡക്ക് കോൺക്രീറ്റിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോൺക്രീറ്റ് മിക്സർ മെഷീനുകൾ അവിടെ നിർത്തിയിരിക്കുന്നതായി കാണാം. ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പള്ളിപ്പുറം കഴിഞ്ഞാൽ നേരെ മംഗലപുരം ഭാഗത്തേക്കാണ് പോകുന്നത്. പള്ളിപ്പുറത്തിനും മംഗലപുരത്തിനും ഇടയ്ക്ക് നല്ല താഴ്ചയുള്ള പ്രദേശമാണ്. ഈ ഒരു ഭാഗത്താണ് ടെക്നോ പാർക്ക് ഫേസ് 4 വരുന്നത്. പള്ളിപ്പുറം ഒരു ഉയർന്ന പ്രദേശമാണ്. അതുപോലെ തന്നെയാണ് മംഗലപുരം ജംഗ്ഷനും ഒരു ഉയർന്ന സ്ഥലമാണ്. ഈ 2 ഭാഗത്തും അണ്ടർപാസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം നല്ല രീതിയിൽ ഇവിടെ പുരോഗമിക്കേണ്ടതുണ്ട്. ഇവിടെ ഇടത് സൈഡിലായി മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്നതായി കാണാം. ഇനിയും ഒരുപാട് മണ്ണ് കൊണ്ടിട്ട് വേണം ഇവിടെ ലെവൽ ചെയ്യാനുള്ളത്. ടെക്നോ പാർക്ക് ഫേസ് 4 വരുന്ന ഭാഗത്തും ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്. അവിടെ പിയറിലാണ് അണ്ടർപാസ് നിർമ്മിക്കുന്നത്. ഒരു സൈഡിലുള്ള 2 പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെ വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇവിടെ ചതുപ്പ് പോലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ആറിവാൾ ബ്ലോക്കുകൾ നല്ല ഉയരത്തിൽ സ്ഥാപിച്ച് വേണം മണ്ണിട്ട് നിരത്തി മംഗലപുരത്തെയും പള്ളിപ്പുറത്തെയും ഒക്കെ അണ്ടർപാസുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ വർക്കുകളൊന്നും കൂടുതലായി നടന്നതായി കാണുന്നില്ല. വളരെ മുന്നേ നടന്ന ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്കുകളെ ഇപ്പോഴും കാണാൻ കഴിയുന്നത്. മംഗലപുരം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ റോഡിൻ്റെ വലത് ഭാഗത്ത് കുറച്ച് ദൂരത്തേക്ക് സർവീസ് റോഡുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇടത് ഭാഗത്തും കുറച്ച് ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡ് കംപ്ലീറ്റ് ആക്കി വാഹനങ്ങൾ തിരിച്ചു വിടുന്നുണ്ട്. മംഗലപുരം ജംഗ്ഷനിൽ ഇപ്പോൾ ഒരു സൈഡിലുള്ള പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്കുകൾ മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. മറു സൈഡിലുള്ള പിയറിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. അണ്ടർപാസിൻ്റെ
വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ അതിവേഗം കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലെയും സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ മുതൽ തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൻ്റെ അടുത്തുവരെയുള്ള ഭാഗത്ത് ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഇവിടെ ആറിവാൾ പാനലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തോന്നയ്ക്കൽ ഭാഗമെത്തുമ്പോൾ റോഡിൻ്റെ വലത് സൈഡിലെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെ പകുതി ഭാഗത്തെയും വർക്കുകൾ കംപ്ലീറ്റ് ആക്കി അതുവഴി ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗത്തിപ്പോൾ വർക്ക് പുരോഗമിക്കുന്നതായി കാണാം. ഇപ്പോൾ നേരെ പോകുന്നത് 16-ാം മൈൽ ജംഗ്ഷനിലേക്കാണ്. ഇവിടെ റോഡിൻ്റെ വലത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞതായി കാണാം. ഇവിടെയും കൂടുതൽ വർക്കുകളൊന്നും പുരോഗമിച്ചിട്ടില്ല. അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്ത് വലത് സൈഡിലായി ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്ന വർക്കും നടക്കുന്നുണ്ട്. 16-ാം മൈൽ കഴിഞ്ഞാൽ പിന്നെ ചെമ്പകമംഗലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും ഒരു അണ്ടർപാസ് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. അണ്ടർപാസിനോട് ചേർന്ന് വരുന്ന ഭാഗത്തിപ്പോൾ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ സ്റ്റീൽ വർക്കുകളും നടക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ വലത് ഭാഗത്തായി റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഇടത് ഭാഗം താഴ്ന്ന പ്രദേശമാണ്. അവിടെ ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്കും നടക്കുന്നുണ്ട്. ഈ കുന്നിൽ നിന്നും ഇടിഞ്ഞ മണ്ണുകൾ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള താഴ്ന്ന പ്രദേശത്ത് ഇപ്പോൾ ഇട്ട് നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഇവിടെ ഇടത് സൈഡിൽ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നതായി കാണാം. ഇനി നേരെ കോരാണി ജംഗ്ഷനിലെ അണ്ടർപാസിനടുത്തേക്കാണ് പോകുന്നത്. അണ്ടർപാസിൻ്റെ
തെക്ക് സൈഡിലുള്ള റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ പുരോഗമിച്ചതായി കാണാം. അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്ത് ഇപ്പോൾ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പാലമൂട് ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ 2 സൈഡിലെയും റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ഇടത് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് പൂർത്തിയാക്കി. കൂടാതെ മെയിൻ റോഡിൻ്റെ ഒരു ഭാഗത്തെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആക്കിയാണ് ഇപ്പോൾ വാഹനങ്ങൾ അതുവഴി കടത്തിവിടുന്നത്. ഇനി വലത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്കുകൾ ആണ് നടക്കേണ്ടത്. ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നതായി കാണാം. ഇവിടെ നിന്നും ഇടതേക്ക് തിരിഞ്ഞ് മാമം നദിക്ക് കുറുകെ പുതിയ ഒരു ഫ്ലൈ ഓവർ നിർമ്മിച്ചായിരിക്കും ആറ്റിങ്ങൽ ബൈപ്പാസിലേക്ക് പോവുക. പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.